വലിയ പാദങ്ങൾ വെച്ച് നടന്നു. എല്ലാരും അവനെ തടഞ്ഞു. ചിരിയും കളിയാക്കലും കൊണ്ട് കുഞ്ഞു പ്രായം അവൻ കടന്നു വന്നു. ധൈര്യമായ പാതയിൽ അവൻ കാലടി എടുത്തു വെച്ചു. ചെളിയിൽ കുടുങ്ങിയ ജീവനെ അവൻ സഹായിച്ച് രക്ഷിച്ചു. എതിനെ കുറവെന്ന് കരുതിയിരുന്നോ അത് തന്നെ അവന്റെ മഹത്വമായി മാറി. സ്നേഹവും കരുണയും അവന്റെ അടയാളമായിരുന്നു. അന്നത്തെ ദിവസം തുടങ്ങി. മീന അടുപ്പിനടുത്ത് ഇരിക്കുകയായിരുന്നു. അവൾ അടുപ്പ് ഊതിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തിക്കാനായി. പുക കാരണം അവളുടെ കണ്ണൊക്കെ ചുവന്നുപോയി. എന്നാലും അവൾ ശാന്തമായി തന്റെ ജോലി ചെയ്യുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ആ കുടിലിന്റെ വാതിൽക്കൽ നോക്കുകയായിരുന്നു. അവളുടെ കണ്ണിൽ വിഷമവും ഉണ്ടായിരുന്നു, പിന്നെ സ്നേഹവും. അപ്പോഴാണ് അകത്തുള്ള ചെറിയ റൂമിൽ നിന്നും ചിൻഡു പുറത്തേക്ക് വന്നത്. അവൻ ഉണങ്ങിയ ചെറിയ ശരീരമുള്ള ഒരു കുട്ടിയാണ്. അവന്റെ ശരീരം വളരെ ചെറുതാണ്, പക്ഷെ അവന്റെ കാല് വളരെ നീളം. പിന്നെ കാൽ ഏകദേശം 18 ഇഞ്ച് ഉയരം. ചിൻഡു ഒരടി എടുത്ത് മുൻപിലോട്ട് വെച്ചാൽ അതിനവൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതിരിക്കും. ഓരോ അടിയും അവന് വളരെ കഷ്ടമുള്ള ജോലി പോലെയായിരിക്കും. എന്നാലും അവൻ പതുക്കെ പതുക്കെ നടന്ന് തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവന്റെ അമ്മ മീന അവനെ സ്നേഹത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും നോക്കി. അല്ല മോനെ ചിൻഡു, നീ എന്തിനാ ഇത്ര പെട്ടെന്ന് എണീറ്റത്? ഇന്ന് നിനക്ക് സ്കൂൾ ലീവെന്നല്ലേ പറഞ്ഞത്? കുറച്ചു സമയം കൂടി ഉറങ്ങായിരുന്നില്ലേ മോനെ? ഇല്ലമ്മേ, ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ മല ഉച്ചവരെ ചെല്ലേണ്ടതാണ്. ടീച്ചറാണ് പറഞ്ഞത് ആരാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത് അവരുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുമെന്ന്. ഞാൻ ആരുടെയും പുറകിലാകാൻ ആഗ്രഹിക്കുന്നില്ലമ്മേ. പക്ഷെ മോനെ, മലയ്ക്ക് പോകുന്ന പാത വളരെ ചെരിവുള്ളതായിരിക്കില്ലേ? അവിടെ ചെന്നാൽ നിനക്ക് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഇവിടെ പാടത്ത് നിനക്ക് സൂര്യനെ കാണാനുള്ളത് ഞാൻ ചെയ്തു തരട്ടെ? അമ്മേ, ഒരുപക്ഷെ ഇന്ന് ഞാൻ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ നാളെ എനിക്കൊരു വലിയ സ്വപ്നമുണ്ടായാൽ അതെങ്ങനെ ഞാൻ നിറവേറ്റും? മുത്തച്ഛൻ എന്നോട് പറയും ദൈവം എന്നെ വലിയവനായി പടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ ലക്ഷ്യവും വലുതായിരിക്കണമെന്ന്. മീനയ്ക്ക് ചിൻഡുവിന്റെ ധൈര്യം കണ്ട് വല്ലാതെ സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. റെഡിയായി ചിൻഡു പുറത്തേക്ക് ചെന്നു. അവൻ നടക്കുന്നത് അല്പം പതുക്കെയാണ്, പക്ഷെ അവന്റെ മുഖത്ത് ധൈര്യമുണ്ട്. അവൻ പതുക്കെ പതുക്കെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഗ്രാമത്തിന് നടുക്ക് ചിലർ നേതാവിനോടൊപ്പം ഇരിക്കുകയാണ്. ചിലർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ചിലർ ടിഫിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചിൻഡു അതുവഴി വന്നത്. അവനെ കണ്ടതും അവിടുത്തെ അവസ്ഥ തന്നെ മാറിപ്പോയി. ജനങ്ങൾ ശാന്തരായി, പക്ഷെ അവരുടെ മുഖത്ത് ചെറിയൊരു ചിരിയും കളിയാക്കലും നന്നായി കാണാൻ സാധിച്ചു. എല്ലാവരും നോക്കൂ, വലിയ കാലിരിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ദിവസമാണ് ഇവനെ കാണുന്നത് അന്ന് ദിവസം മുഴുവനും പാടായി പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഗ്രാമത്തിലേക്ക് വലിയ പ്രശ്നത്തെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നീ പറയുന്നത് നേരാണ്. ഇവന്റെ കാലിനെ കാണുമ്പോൾ ഏതെങ്കിലും പ്രേതത്തിന്റെ കാല് പോലെ ഉണ്ട്. ചിൻഡുവിന് മനസ്സിലായി ജനങ്ങൾ അവന്റെ പുറകിൽ അവനെ തെറ്റായി സംസാരിക്കുന്നുവെന്ന്. അതുകൊണ്ട് അല്പം വേഗത്തിൽ പോകാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് അവന്റെ കാൽ ഒരു കല്ലിൽ ചെന്നിടിച്ചത്. പിന്നെ അവൻ പെട്ടെന്ന് താഴേക്ക് വീണുപോയി. അവൻ പതുക്കെ പതുക്കെ എണീറ്റു. എന്നിട്ട് മുൻപിലോട്ട് നോക്കി. അപ്പോൾ അങ്കിത് അവന്റെ കുറച്ച് കൂട്ടുകാരോടൊപ്പം നേരെ അവന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അങ്കിത്തിനും അവന്റെ പ്രായമാണ്, പക്ഷെ മറ്റുള്ള കുട്ടികളെ അവൻ ഒരുപാട് ശല്യം ചെയ്യുമായിരുന്നു. ഏയ് ചിൻഡു, നീ എവിടേക്ക് പോവുകയാണ്? മലയുടെ മുകളിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണോ? അങ്കിത്, പ്ലീസ് എന്നെ പോകാൻ അനുവദിക്ക്, എനിക്ക് സമയമായി. എങ്ങനെ പോകും? ഓടിച്ചെല്ലുമോ? അതും ഈ കാലുകൊണ്ട്? ഇത് നമ്മുടെ ക്രിക്കറ്റിന്റെ ബാറ്റിനേക്കാളും വലുതാണല്ലോ. അങ്കിത്തിന്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം അവർക്കറിയാം അവന് കഷ്ടപ്പെട്ടേ ഓടാനാകുമെന്ന്. ഞാൻ ഓടാനല്ല, നടക്കാനാണ് ജനിച്ചിരിക്കുന്നത്. അങ്കിത്ത് ചെന്ന് അവനെ തള്ളിവിട്ടു. പാവം, അവൻ താഴേക്ക് വീണുപോയി. അവന്റെ കാല് ചെന്ന് തറയിലിടിച്ച് വളരെ ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. അങ്കിത് തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ചിരിച്ചു. പിന്നെ ചിൻഡുവിനെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് വന്നു. അടുത്ത ദിവസം ചിൻഡു തന്റെ സ്കൂളിൽ ഇരിക്കുകയാണ്. നമുക്ക് തന്നെ കാണാം അങ്കിത്തും അതേ ക്ലാസ്സിൽ തന്നെയാണുള്ളത്. ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എന്തോ എഴുതുകയാണ്. ചിൻഡു ബാക്ക് ബെഞ്ചിൽ ഇരിക്കുകയാണ്. മറ്റുള്ള കുട്ടികളൊക്കെ പതുക്കെ പതുക്കെ സംസാരിക്കുകയാണ്. കുട്ടികളെ, നമ്മൾ ഇന്ന് സയൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റേഷൻ, അതായത് എങ്ങനെയാണോ പ്രകൃതി എല്ലാ ജീവൻകളെയും അതിന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ജിറാഫിന്റെ കാലുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അത് മണ്ണിന്റെ അകത്ത് പോകാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് അങ്കിത് ചിൻഡുവിനെ കളിയാക്കിക്കൊണ്ട് എണീറ്റ് നിന്നത്. അങ്ങനെയാണെങ്കിൽ സാർ, പ്രകൃതി ചിൻഡുവിനെ ചെളിയിൽ ജീവിക്കാൻ വേണ്ടി പടച്ചതാണോ?
അവന്റെ കാല് ഒട്ടകത്തിനെ കാലും വലുതായിട്ടുണ്ടല്ലോ. ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം ചിന്തുവിനെ നോക്കി ചിരിച്ചു. സാർ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്കിത്തിനെ വാൺ ചെയ്തു. അങ്കിത്, ഇതുപോലെ മറ്റുള്ളവരെ കളിയാക്കുന്നത് ഒരു ദിവസം നിനക്ക് തെറ്റായി മുടിയും. ചിന്തു മോനെ, നീ ഒന്നും വിഷമിക്കണ്ട. ഓർമ്മിച്ചോളൂ, ചില സമയങ്ങളിൽ ഏതാണ് നമുക്ക് കുറവാണ് കാണുന്നത്, അതാണ് ഒരു ദിവസം നമുക്ക് വലിയ ബലമായിട്ടുണ്ടാവും. നീ അതിനുള്ള ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ചിന്തു തല നിവർന്ന് ടീച്ചറിനെ നോക്കി. അവന്റെ ശ്രദ്ധയിൽ ടീച്ചറിന് പുറകിലുള്ള ബോർഡിൽ വരഞ്ഞിരിക്കുന്ന ഒട്ടകം കണ്ടു. എന്നിട്ട് അവൻ തന്റെ കാലുകളെ നോക്കി. എന്നിട്ട് വിഷമത്തിലായി. വൈകുന്നേരം ചിന്നുവിന്റെ അച്ഛൻ രമേശ് ജോലി കഴിഞ്ഞ് തിരികെ വന്നു. പുറത്ത് മഴ പെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മുഴുവനായി നനഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം വിഷമിച്ചിരുന്നു. അല്ല, എന്താ ചേട്ടാ ഇത്? നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ചെന്ന് വെള്ളം ചൂടാക്കാം, എന്നിട്ട് മറ്റൊരു തുണിയും കൊണ്ടുവരാം. ഞാൻ നന്നായിട്ടുണ്ട്, മഴ കാരണം നനഞ്ഞു, അത്രേ ഉള്ളൂ. മീന റൂമിനകത്തേക്ക് ഡ്രസ്സ് എടുക്കാനായി ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം രമേശ് കട്ടിലിൽ ചെന്ന് ഇരുന്നു. ഇപ്പോഴും അദ്ദേഹം കാണാൻ വളരെ വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ വാടിയിരുന്നു. മീന ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് അരികിൽ ചെന്ന് എന്ത് ചോദിച്ചെന്നാൽ, അല്ല, എന്താ ചേട്ടാ പറ്റിയത്? വീട്ടിൽ വന്നതു മുതൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെന്ന് പറയാനാ, നദിയിലെ വെള്ളം ഉയർന്നിട്ടുണ്ട്, മലകളിൽ ഒരുപാട് മഴ പെഞ്ചിട്ടുണ്ട്, ഗ്രാമത്തിലെ പാടത്തിലെ മണ്ണുകൾ അടിച്ചുകൊണ്ടു പോയിട്ടുണ്ട്. ഈ മഴ നിന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ കൃഷിയൊക്കെ നാശമായി പോവും. അച്ഛാ, ഞാനും നിങ്ങളോടൊപ്പം പാടത്ത് ജോലി ചെയ്യാൻ വരട്ടെ അച്ഛാ? ഇല്ല മോനെ, ഈ ജോലി നിന്റേതല്ല. പിന്നെ അവിടെ മണ്ണും വളരെ മോശമായിട്ടുണ്ടാവും. നീ നന്നായിട്ട് സ്കൂളിലേക്ക് പോകണം. പിന്നെ അമ്മയ്ക്ക് വീട്ടിലെ സഹായം ചെയ്യണം. ചിന്തു തല കുനിഞ്ഞ് ശരി എന്നതുപോലെ സമ്മതിച്ചു. അവൻ വളരെ വിഷമത്തോടെ റൂമിനകത്തേക്ക് പതുക്കെ ചെന്നു. അതിനുശേഷം രമേശും മീനയും മിണ്ടാതെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ മേഘം നന്നായി ഇരുണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ കൊടുങ്കാറ്റ് വളരെ ശാന്തമായി. പക്ഷെ അത് തറയെ വല്ലാതെ മോശമാക്കിയിരുന്നു. നദി നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നെ അതിൽ ചെളിയും ചേർന്നിരുന്നു. അങ്കിത്തും അവന്റെ കൂട്ടുകാരും ആ ചെളിയുടെ അരികിൽ കളിക്കുകയായിരുന്നു. ശരി 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 ശരി, വരൂ, നമുക്ക് പുതിയൊരു കളി കളിക്കാം. എന്ത് കളിയാണ്? ആര് പാലത്തിന് ആ സൈഡുള്ള കമ്പ് ആദ്യം തൊട്ടുകൊണ്ട് വരുന്നോ അവരാണ് വിജയിക്കുക. പക്ഷെ അവിടെ തറയിൽ ചെളി പിടിച്ചിരിക്കുകയാണല്ലോ. അത് ശരിയായിരിക്കുമോ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഇത് ധൈര്യമുള്ളവർ കളിക്കുന്ന കളിയാണ്. അങ്കിത്ത് ആ കമ്പിയുടെ അടുത്തേക്ക് ഓടി. അവൻ വളരെ ലഘുവായ ഒരു കനമില്ലാത്ത കുട്ടിയാണ്. അവൻ അതിനരികിലേക്ക് എത്തി. പിന്നെ പുറകിലോട്ട് തിരിഞ്ഞ് സന്തോഷം കൊണ്ട് നിലവിളിച്ചു. പക്ഷെ അവൻ ആദ്യത്തെ കാലടി എടുത്തു വെച്ചപ്പോൾ ആ തറ അവന് ചെളി പോലെ തോന്നിയില്ല. എന്തോ ഗാലിയായ ഗ്രൗണ്ട് പോലെയാണ് തോന്നിയത്. അവന്റെ വലതുകാൽ മുട്ടുവരെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഉടനെ അവൻ വല്ലാതെ പേടിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാൻ കുടുങ്ങിപ്പോയി. അവൻ തന്റെ കാലുകൾ പുറത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതുകൊണ്ട് അവന്റെ ഇടതുകാൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ചെന്ന് കുടുങ്ങി. അവൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം അവന്റെ അരക്കെട്ട് വരെ ആ മണ്ണിനകത്തേക്ക് ചെന്നു. അവന്റെ 2 കൂട്ടുകാരും ഗ്രാമത്തിലേക്ക് ഓടി. അവർ നേരെ ഗ്രാമത്തിനകത്തേക്ക് ചെന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. രമേശും നേതാവും മറ്റുള്ള ആളുകളുമെല്ലാം കുട്ടികൾ കരയുന്നത് ശ്രദ്ധിച്ചു. അല്ല, എന്തു പറ്റി മക്കളെ? എന്തിനാ ഇവിടെ ഓടി വരുന്നത്? നേതാവേ, അങ്കിത് ആ പാലത്തിന്റെ മറുവശത്ത് ചെളിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ? അവൻ പറഞ്ഞു, ആ പാലത്തിന് അപ്പുറത്തുള്ള കമ്പി ആര് ചെന്ന് തൊട്ടിട്ട് വരുന്നുവോ അവരാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ ആദ്യം ഓടിച്ചെന്നു. അങ്ങനെ അവന്റെ കാൽ ചെളിയിൽ കുടുങ്ങിപ്പോയി. രമേശും നേതാവും എല്ലാരും മാറി മാറി നോക്കി. ശരിയെന്ന് അവർ സമ്മതിച്ചു. എന്നിട്ട് ആ 2 കുട്ടികളോടൊപ്പം ചേർന്ന് അവർ അവിടേക്ക് ചെന്നു. തലിവനും രമേശും 2 കുട്ടികളെയും കൊണ്ട് അവിടേക്ക് ചെന്നു. പിന്നെ അങ്കിത്ത് അവിടെ ചെളിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അവന്റെ നെഞ്ചു വരെ ആ ചെളിയിൽ മുങ്ങിപ്പോയി. രമേശ് അങ്കിത്തിനെ രക്ഷിക്കാനായി ആ ചെളിയിലേക്ക് കാലടി എടുത്തു വെച്ചപ്പോൾ, നിൽക്കൂ, മുൻപിലോട്ട് പോകല്ലേ. ഈ സ്ഥലം മുഴുവനായിട്ട് ഷെയറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ തലവൻ സാറേ, നമ്മൾ ഇങ്ങനെ വിട്ടാൽ അവൻ മുഴുകിപ്പോകും. നമ്മൾ കയറ് കമ്പ് ഉപയോഗിച്ച് അവനെ പുറത്തേക്ക് ഇഴുക്കണം. നേതാവ് എല്ലാ വശത്തേക്കും നോക്കി. എന്നിട്ട് അവിടെ തൊട്ടടുത്ത ആലമരമുള്ളത് അദ്ദേഹം കണ്ടു. അദ്ദേഹം രമേശിനോട് കൈ കാണിച്ചു, മരത്തിനടുത്തേക്ക് ചെല്ലാമെന്ന്.
രമേശ് അവിടെ നിന്നും വേഗം ഓടി മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചില ചില്ലകൾ എടുത്തു. എന്നിട്ട് മുൻപിലോട്ട് ചെന്നു അത് അങ്കിത്തിനെ നോക്കി വീശി. അങ്കിത്ത് ദൂരെയാണുള്ളത്. പിന്നെ ആ വിഴുത് അവന്റെ 2 ഫീറ്റ് ദൂരത്തിൽ ചെന്ന് വീണു. ഇപ്പോൾ അങ്കിത്തിനെ ശ്വാസം വിടാൻ പോലും വളരെ കഷ്ടമായി. അവന്റെ നെഞ്ച് ഇറുകുന്നത് കാരണം അവന് നന്നായി ശ്വാസം പോലും വിടാനായില്ല. അപ്പോഴാണ് നദിക്കരയിൽ പോകുന്ന പാതയിൽ കൂടി ചിന്തു വന്നുകൊണ്ടിരുന്നത്. ജനങ്ങൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ടിട്ട് അവൻ അവിടേക്ക് ഓടിച്ചെന്നു. അവന്റെ നീളമുള്ള കാലുകൾ കാരണം അവന് പെട്ടെന്ന് ഓടാൻ സാധിച്ചില്ല. എന്നാലും അവൻ വേദനയെക്കുറിച്ച് പോലും ഓർക്കാതെ തുടർന്ന് ഓടിക്കൊണ്ടേയിരുന്നു. ചിന്തു ആ സ്ഥലത്തേക്ക് ചെന്നു. അവൻ അങ്കിത്തിനെ നോക്കി. അവൻ ചെളിയിലുണ്ടായിരുന്ന ആ കയർ നോക്കി. പിന്നെ അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുഖത്തുള്ള വിഷമവും അവൻ നോക്കി. അച്ഛാ, എന്താണിത്? അങ്കിത്ത് ഗെയിമെന്ന് പറഞ്ഞിട്ട് പോയി ചേറ്റിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ ഇവനെ പുറത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു. ചിന്തു ഉടനെ ചിന്തിച്ചു നോക്കി ടീച്ചർ എന്തു പറഞ്ഞു എന്ന്. നമുക്ക് ഏതാണ് കുറവായിട്ട് കാണുന്നുണ്ടോ അതാണ് നമുക്ക് വലിയ ബലമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം, അത്രയേ ഉള്ളൂ. ചിന്തു ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് അച്ഛാ, ഞാൻ ചെന്ന് അവനെ രക്ഷിക്കാം. ഇല്ല ചിന്തു, നീ എല്ലാവരിനേക്കാളും എട കൂടുതലാണ്. അതുകൊണ്ട് നീ ഒറ്റ നൊടിയിൽ മുഴുകിപ്പോകും. ഇല്ലച്ചാ, എന്റെ കാല് വലുതാണ്. അതുകൊണ്ട് എന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യും. ഞങ്ങളുടെ ടീച്ചർ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രമേശും തലവനും മാറി മാറി എല്ലാരും നോക്കി. അവർ തടയാനായി ശ്രമിക്കുന്നതിന് മുൻപ് ചിന്തു അങ്കിത്ത് എവിടെയാണോ കുടുങ്ങിയിരിക്കുന്നത് അവിടേക്ക് ചെന്നെത്തി. കുറച്ചു സമയം അവനൊന്ന് പേടിച്ചു. എന്നിട്ട് ദീർഘശ്വാസം വലിച്ചുകൊണ്ട് അവൻ ആ ചെളിയിലേക്ക് കാലെടുത്തു വെച്ചു. പക്ഷെ അതിൽ അവൻ കുടുങ്ങിയില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും വളരെ ശാന്തരായി നിന്നുകൊണ്ടിരുന്നു. അവന്റെ വലിയ കാലുകൾ കാരണം അവന്റെ വെയിറ്റ് പരന്നു. അതുകൊണ്ട് അവൻ അതിൽ കുടുങ്ങിയില്ല. അവൻ മുൻപിലോട്ട് മറ്റൊരടി എടുത്തു വെച്ചു. വളരെ അത്ഭുതമായിട്ടുണ്ട്. ഇവൻ ചേറ്റിന്റെ മേലിൽ മിതക്കുന്നുണ്ട്. മോനെ ശ്രദ്ധിച്ചു പോ, സ്ലോ ആയിട്ട്. ചിന്തു അവരിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ശരി എന്ന് തല അനക്കി. അങ്കിത്, ഞാൻ നിൽക്കുന്ന വശത്തേക്ക് നോക്ക്, അനങ്ങല്ലേ. പതുക്കെ പതുക്കെ നിന്റെ കൈ താ. അങ്കിത് ചിന്തുവിനെ ശ്രദ്ധിച്ചു നോക്കി. പതുക്കെ പതുക്കെ തന്റെ കൈ അവൻ നീട്ടി. ചിന്തു അങ്കിത്തിന്റെ കൈയിൽ പിടിച്ചു. എന്നിട്ട് അവനെ വലിച്ചു. ചിന്തു തന്റെ ശരീരം പുറകിലോട്ട് വലിച്ചു. എന്നിട്ട് അവൻ തന്റെ വലിയ വിരലുകൾ ചെളിയിൽ പതിപ്പിച്ചു. ആ ചേർ വളരെ ശക്തിയുള്ളതായിരുന്നു. എന്നാലും അവൻ തന്റെ മുഴുവൻ ബലവും ചെലുത്തി അങ്കിത്തിനെ വലിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അങ്കിത്തിന്റെ ശരീരം ചെളിയിൽ നിന്നും പുറത്തേക്ക് വന്നു. കുറച്ചുകൂടി. ചിന്തു അവനെ കരയിലേക്ക് വലിച്ചുകൊണ്ടു വന്നപ്പോൾ തലവനും രമേശും വേഗം വന്ന് ചിന്തുവിനെ പിടിച്ചു. പിന്നെ എല്ലാരും ചേർന്ന് അങ്കിത്തിനെ ചെളിയിൽ നിന്നും പുറത്തേക്ക് എടുത്തു. വലിയ ശ്രമത്തിനു ശേഷം അവരെല്ലാരും ഒന്നിച്ചു ചേർന്ന് അങ്കിത്തിനെ ചെളിയിൽ നിന്നും രക്ഷിച്ചു. അങ്കിത്ത് വളരെ സങ്കടത്തോടെ വിഷമത്തോടെ കാണപ്പെട്ടു. മോനെ. രമേശ് തന്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. മോനെ, ഞങ്ങളെ ക്ഷമിച്ചേക്കും മോനെ. ഞങ്ങൾ എല്ലാവരും നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിന്റെ ഈ കാലുകൾ ഇല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അങ്കിത്ത് വല്ലാതെ തളർന്നിരിക്കുകയായിരുന്നു. അവൻ മുകളിലോട്ട് നോക്കി ചിന്തുവിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും നിന്നെ കളിയാക്കുകയാണ് ചെയ്യുക. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കുകയും ചെയ്യും. നേതാവ് അവിടെ കൂടിയിരിക്കുന്ന ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കി. നമ്മൾ എല്ലാവരും ഒരു മനുഷ്യന്റെ രൂപത്തിനെ വെറ്റി അവനെ കളിയാക്കി തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കുട്ടി മനുഷ്യന്മാർ എങ്ങനെ ഉണ്ടാവണമെന്ന് നമുക്ക് പാഠം നേർപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാരും ശരിയെന്ന് തലയനക്കി സമ്മതിച്ചു. പിന്നെ അവിടെയുള്ള എല്ലാരും ചിന്തുവിനെ തന്നെ നോക്കിക്കൊണ്ടേ നിന്നു. രാത്രി ചിന്തുവും രമേശും വീട്ടിലേക്ക് തിരികെ വന്നു. ചിന്തുവിന്റെ ഡ്രസ്സെല്ലാം ചെളി കൊണ്ട് നനഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ അമ്മ അവനെ വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവന്റെ ടീച്ചർ പോലും അവനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കയ്യിൽ ഗിഫ്റ്റോട് കൂടി നിൽക്കുകയാണ്. ചിന്തുവിന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നു. എന്നിട്ട്, പിന്നെ ചിന്തു, നീ ചെയ്ത കാര്യം ധൈര്യം മാത്രമല്ല, മൂള ഉപയോഗിച്ച് കാര്യം ചെയ്തിട്ടുണ്ട്. നീ സയൻസിനെ നിന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു മോനെ. ചിന്തു അതെ എന്ന് തലയനക്കി സമ്മതിച്ചു. എന്നിട്ട് അവന്റെ ടീച്ചറിനെ നോക്കി ചിരിച്ചു. സർ, ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി. ഇവന്റെ കാലുകൾ ഇവനക്ക് ചുമയായിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇന്ന് മനസ്സിലായി സാർ, ഇതാണ് അവന്റെ ഗർവം. തീർച്ചയായിട്ടും. പിന്നെ ഇവന്റെ ഗർവത്തിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ടീച്ചർ ആ ബോക്സിനെ തട്ടി. എന്നിട്ട് ചിന്തുവിനെ നോക്കി അവനോട് ആ ബോക്സ് തുറക്കാനായി ആംഗ്യം കാണിച്ചു. ചിന്തു ആ ബോക്സ് തുറന്നു.
അതിൽ ഗ്രാമത്തിൽ ചെരുപ്പ് തയ്ക്കുന്ന ആള് അവന്റെ കാലിനായി സ്പെഷ്യലായി ചെരുപ്പ് തച്ചു കൊടുത്തിരിക്കുകയാണ്. അവൻ ഉടനെ വല്ലാതെ സന്തോഷിച്ചു. അടുത്ത ദിവസം ചിന്നു തന്റെ പുതിയ ഷൂവിൽ സ്കൂളിലേക്ക് ചെന്നു. അവന്റെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനകം അങ്കിത്തും മറ്റുള്ള കുട്ടികളും അവൻ വരുന്ന പാതയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ എല്ലാരും ഒന്നിച്ച് സ്കൂളിലേക്ക് ചെന്നു. ക്ലാസ്സിൽ അങ്കിത്തും ചിന്റുവും ഒരേ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അങ്കിത്ത് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്കൂള് കഴിഞ്ഞതും നദിയുടെ അക്കരയ്ക്ക് നമ്മൾ ചെല്ലാം. പക്ഷെ ഇത്തവണ വഴി നീ പറയണം. അതെ, തീർച്ചയായും. പക്ഷെ ആദ്യം നമുക്ക് പഠിക്കാമെന്നേ. അവർ രണ്ടുപേരും മാറി മാറി ഹൈഫൈ അടിച്ചു. പിന്നെ ഇതോടുകൂടി നമ്മുടെ കഥ അവസാനിച്ചിരിക്കുകയാണ്.